ഹായ്, ഇപ്പോൾ സമയം രാത്രി 10:40. ഇത്ര ലേറ്റ് ആയിട്ട് കൂടെ നീറ്റിൻ്റെ റിസൾട്ട് വന്ന അധികം സമയമായിട്ടില്ല. ഇത്ര ലേറ്റ് ആയിട്ട് കൂടെ നമ്മൾ ഈ വീട്ടിൽ വരാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഒരു മിടുക്കനായ മുഹമ്മദ് ഷഹബാസ്, അവന് +2ൻ്റെ കൂടെ തന്നെ റേസിൻ്റെ ഹോളിഡേ ബാച്ചിൽ, എയിംസിൻ്റെ ഹോളിഡേ ബാച്ചിൽ പഠിച്ചിട്ട് അടിപൊളി മാർക്കാണ് വാങ്ങിയിട്ടുള്ളത്, 692. ഫസ്റ്റ് ചാൻസ് തന്നെ ഇത്രയും നല്ലൊരു മാർക്ക് വാങ്ങുമെന്നുള്ള അടിപൊളി അച്ചീവ്മെൻ്റ് ആണ്. വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇവിടെ. 5 വർഷം മുമ്പ് ഇതേപോലെ തന്നെ ഷഹബാസിൻ്റെ സിസ്റ്റർ റേസിൽ പഠിച്ചതായിരുന്നു. അവളിപ്പോൾ MBBS കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരു 5 വർഷം മുമ്പ് ഇതേമാതിരി റേസ് ഇവിടെ വന്നിട്ട് അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ഷഹബാസ് എങ്ങനെയാണ് നമ്മൾ ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്തിയത്, അവൻ എന്തൊക്കെയാണ് പഠിച്ചത്, എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് അവൻ ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റിയതെന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ തന്നെ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നീറ്റിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ വേറൊരു ദിവസമായിരുന്നു വരുമെന്ന് പറഞ്ഞത്, പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രതീക്ഷിച്ചത്ര ഒരു മാർക്കിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. 720ൽ 692 സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ +2ൻ്റെ കൂടെ വളരെ ഹാപ്പിയാണ്. റേസിൻ്റെ +2 എയിംസ് ബാച്ചിൽ ഞാൻ +1ൽ ഞാൻ ആ ബാച്ചിൽ ആദ്യം ജോയിൻ ചെയ്തു. പിന്നെ ഉമ്മയുടെയും കുടുംബക്കാരുടെയും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ, അപ്പോൾ തന്നെ എൻ്റെ സിസ്റ്റർ MBBS. അതെ, ഞാനും അവിടെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല റേസിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡെയിലി ആയിട്ട് എക്സാം നടത്തുമായിരുന്നു. ആ സമയത്ത് നമുക്ക് ഓൺലൈനായിട്ടൊന്നും പഠിക്കാൻ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നല്ലോണം റേസ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവന് എൻ്റെ അടുത്തുനിന്ന് കുറേ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, റേസുകാർ അന്ന് ഇങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തത് അതെന്നൊക്കെയാണ്. അവന് എന്തായാലും ഗോയിങ് ബാച്ചിൽ കിട്ടിയത് ഭയങ്കര സന്തോഷമാണ്. എന്ത് പറഞ്ഞാലും ഇതൊരു ഇത്താത്തയുടെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ഈ അച്ചീവ്മെൻറ്റിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ +2ൽ എയിംസ് ബാച്ചിൽ വന്നതിന് ശേഷം അതിന് വേണ്ടിയിട്ട് ബയോളജിയൊക്കെ നല്ലോണം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും 2 കൊല്ലത്തെ ഒരു ഹാർഡ് വർക്ക് തന്നെ പറയാം. അതാണ് ഈ റിസൾട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ MBBS ആണെങ്കിലും നമ്മളത് പഠിച്ച് കഴിയുന്ന സമയത്താണ് നമുക്ക് അതിന് എത്രത്തോളം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഞാനിപ്പോൾ ഈ ഒരു വർഷമാണ് പഠിച്ചു കഴിഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മളുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുക. നമുക്ക് ആ സമയത്താണ് നമുക്ക് എത്രത്തോളം നമ്മൾ ഇങ്ങനെ പഠിച്ചത് കൊണ്ട് എത്രത്തോളം നല്ലതാണെന്ന് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് ഈ +2ൻ്റെ കൂടെ എൻട്രൻസും കൂടിയും ക്രാക്ക് ചെയ്യാമെന്ന് കുറേ കുട്ടികൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാകും. ഇപ്പോൾ +1ലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ +2ൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ എൻ്റെ മെത്തേഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, റേസിൽ തന്നെ പറഞ്ഞിരുന്നു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കൂൾ ചൂസ് ചെയ്യുക +1 എന്ന്. അതുപോലെ തന്നെ അതിനോടൊപ്പം അപ്പോൾ റേസിലത്തെ മെറ്റീരിയൽസ് ആണെങ്കിലും എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബോർഡ് എക്സാമിൻ്റെ അപ്പുറം എൻട്രൻസും കൂടിയും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ലാംഗ്വേജസൊക്കെ ഞാൻ വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ സയൻസ് വിഷയങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ എൻട്രൻസിന് ഫോക്കസ് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബോർഡ് എക്സാമിൽ മാർക്ക് അങ്ങ് വന്നോളും. അപ്പോൾ ബോർഡ് എക്സാമിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് ഞാൻ കൂടുതലും എൻട്രൻസ്. കാരണം ഈ റിപ്പീറ്റ് എന്ന എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, വളരെ പിന്നെ ടെൻഷൻ നിറഞ്ഞിട്ടുള്ളൊരു കാലമായിരിക്കും അതെന്ന്. അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ അതെനിക്ക് വേണ്ടാന്ന് തന്നെയാണ് ആദ്യം തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചാൻസ് അതായിരുന്നു എൻ്റെ അന്നേയുള്ള ലക്ഷ്യം. അങ്ങനെയാണ് ഞാൻ അതിന് വേണ്ടി എൻട്രൻസിന് വേണ്ടി നല്ല ഫോക്കസ് ചെയ്തിട്ട് സ്കൂൾസിലൊക്കെ പിന്നെ പോകുമ്പോൾ ഈ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിരുന്നു ഞാൻ പഠിക്കുക. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വേറെ നോട്ട്സൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ എൻട്രൻസിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു മാർക്ക് നേടാൻ സാധിച്ചത്. എൻ്റെ കാര്യത്തിൽ എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഈ MBBSന് പോയിട്ട് ഒരു ഡോക്ടർ ആവുക എന്നുള്ളത്. അതിൽ ഞാൻ +1 +2
അധികം ഈ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാണ് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത് കോഴിക്കോട് റേസ് ചേരുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കോഴിക്കോട് ഞാൻ ഡേ സ്കോളറായിരുന്നു. പക്ഷേ റേസ് ഉണ്ടായിരുന്ന ആ സപ്പോർട്ട്, അവരെ മെറ്റീരിയൽ, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന എക്സാമുകൾ, അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡേ സ്കോളറായിട്ടും എനിക്ക് നല്ലൊരു റാങ്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട് അവിടുന്ന്. ആ ഒരു സപ്പോർട്ടിൻ്റെ തന്നെയാണ് ഞാൻ ഇവൻ്റെ കാര്യത്തിലും റേസ് തന്നെ ചൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. എനിക്ക് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു റേസ് അവന് അതെന്തായാലും നേടിക്കൊടുക്കും എന്നുള്ളത്. അതെന്തായാലും പ്രൂവ് ആയി. വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഈ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് എന്തായാലും ഒരു നീറ്റ് പോലുള്ള ഒരു വലിയ എക്സാം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ റേസ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് അത്രയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആവേശവും അതൊക്കെ ഉണ്ടാകും. എനിക്ക് ഇത് നേടണം, നീറ്റ് നേടണം, അങ്ങനെയുള്ള ഒരു ആവേശമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 കൊല്ലം കൊണ്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ചെറുങ്ങനെ അതിൽ നിന്ന് ബാക്കോട്ട് പോയി പോകുന്ന അതൊന്നും പാടില്ല. അതാണ് സത്യം പറഞ്ഞാൽ ഒരു ഗോള് നേടുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡെഡിക്കേഷനും അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും. ഇന്ന് നീറ്റിൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ്. മകന് നല്ലൊരു റാങ്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് എങ്കിലും റേസിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം റേസിനെ നമുക്ക് അത്രയും ഒരു വിശ്വാസമാണ്. കാരണം എൻ്റെ മൂത്ത മകൾ അതുകൊണ്ട് റേസിൽ പഠിച്ചിട്ടാണ് ഒക്കെ MBBS നേടാൻ കഴിഞ്ഞത്. റേസിൻ്റെ ക്ലാസ് അവന് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവിടെ അവനെ ചേർത്തിയപ്പം തന്നെ അറിയാമായിരുന്നു എന്തായാലും അവന് കിട്ടുമെന്ന്.